റോസ് കണ്ടിട്ടുണ്ട്. രാഹുൽ എവിടെയെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ വസ്ത്രം ധരിച്ചോളാം, ഇല്ലെങ്കിൽ നിയന്ത്രണം പോകുമല്ലോ എന്നാണ് അവർ പറയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഹണി റോസിന് വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഹണി റോസ് ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, സമൂഹത്തിൽ വ്യാപകമായി ഹണി റോസിനെതിരെ വസ്ത്രധാരണത്തിന് വിമർശനങ്ങളുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങളും കൂടി ഹണി റോസ് കാണുന്നു. ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച രാഹുലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളുടെ കടുത്ത വിമർശനമാണ്, പരിഹാസമാണ് ഹണി റോസ് നൽകുന്നത്. താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണെന്ന് ആശംസിച്ചുകൊണ്ട് കൂടെ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുന്നു എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നു. താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ്, എന്നാൽ അത് സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യേണ്ട പല പ്രശ്നങ്ങളെയും നിർവീര്യമാക്കി കളയുന്നു എന്നാണ് വളരെ ഖേദപൂർവ്വമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. കൂടാതെ ഇങ്ങനെ കൂടി പറയുന്നു, പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി. കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. കാരണം സ്ത്രീകളെ എന്തു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന് നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ. ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്നും കൂടി ഹണി റോസ് പറഞ്ഞു വെക്കുന്നു. ചർച്ചകളിൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ വളരെ കടുത്ത ഭാഷയിലാണ് രാഹുൽ ഈശ്വർ വിമർശിക്കുന്നത്. ഫറാഷിബില എന്ന മറ്റൊരു സിനിമാ നടിയുടെ വാക്കുകൾ കൂടി ചേർത്ത് വെച്ചിട്ടാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത്. ആരാണ് ഈ ഫറാഷിബില? അമ്മിണി പിള്ള എന്ന ആസിഫ് അലിയുടെ മലയാള ചിത്രത്തിൽ മികച്ച വേഷമണിഞ്ഞ വ്യക്തിയാണ് നടി ഫറാഷിബില. അവരിങ്ങനെ വിമർശിക്കുന്നു ഹണി റോസിനെ. ബുദ്ധിപരമായ ആൺനോട്ടങ്ങളെയും നാടിൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെയൊക്കെ ഇവർ ചൂഷണം ചെയ്തു എന്ന രീതിയിലാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഫറാഷില അണിഞ്ഞ വസ്ത്രങ്ങളോ, ഫറാഷില പല വൾഗറായ വസ്ത്രങ്ങളും ധരിച്ച് ഇൻസ്റ്റഗ്രാമിലും മറ്റും ഫോട്ടോ പ്രദർശിപ്പിക്കാറുണ്ടല്ലോ, അതെങ്ങനെ സൂപ്പറാകും? അത് ആൺനോട്ടങ്ങൾ കേന്ദ്രീകരിച്ചല്ലേ? ഇതിന് ഫറാഷിബില ഉത്തരം പറഞ്ഞേ മതിയാവൂ. താങ്കൾക്ക് ഇത്തരത്തിലുള്ള വൾഗറായ വസ്ത്രം ധരിക്കാം, എന്നാൽ നേരെ മറിച്ച് അപ്പുറത്തുള്ള ഹണി റോസോ മറ്റോ ഉള്ളവർ ധരിച്ചാൽ അത് ആൺനോട്ടങ്ങളെ കേന്ദ്രീകരിച്ചതാവുന്നത് എങ്ങനെയാണ്? ഇത്രയും വളരെ കടുത്ത വിഷമത്തിലിരിക്കുമ്പോൾ ആ നടിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവരെ വിമർശിക്കുന്ന തരത്തിലുള്ള താങ്കളുടെ പ്രസ്താവന വളരെയധികം ദയനീയമാണ് എന്ന് പറയാതെ വയ്യ. നമുക്ക് ഇഷ്ടമുള്ള വേഷം ഇടുക എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സ് ആണ്, നമ്മുടെ മാത്രം ബിസിനസ്. ഇന്റർവ്യൂവിൽ ഫറാഷിബില നൽകിയ വാക്കുകളാണിത്. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക എന്നത് അത് നമ്മുടെ മാത്രം ചോയ്സാണ്, അത് നമ്മുടെ ബിസിനസ്സാണ് എന്നൊക്കെയാണ് ഫറാഷിബില പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഈ ഹണി റോസിൻ്റെ ഈ കാര്യത്തിൽ വന്നതോ, ഹണി റോസും ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂവിൽ ഫറാഷിബില പറഞ്ഞു വെക്കുന്നത് ഹണി റോസ് ആൺനോട്ടങ്ങൾക്ക് വേണ്ടി വസ്ത്രം ധരിക്കുന്നു, ആൺനോട്ടങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ഉപയോഗപ്പെടുത്തി എന്ന തരത്തിലുള്ള വാക്കുകളാണ് ഫറാഷിബില പറഞ്ഞു വെക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ശരിയായ രീതിയിൽ ഒരു കേസിനെ അഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് അവർ ആരുടെ ഭാഗത്താണ്, ഇരയുടെ ഭാഗത്താണോ അതോ ക്രിമിനൽസിൻ്റെ ഭാഗത്താണോ എന്നുള്ള ചോദ്യത്തിന് അവർ ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഫറാഷിബിലയെ പോലുള്ളവരുടെ നിലപാടില്ലാത്ത വാക്കുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരൊക്കെ മാധ്യമങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വിഷയത്തെ വളച്ചൊടിക്കുന്നത് എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഇനിയും ചർച്ചകൾ നൽകണം. ഒന്നെങ്കിൽ ഫറാഷിബില ഇതിനെതിരെ മാപ്പ് പറയുക തന്നെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.